നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാറിൽ വളർത്തുമൃഗത്തിനു നേരെ കാട്ടുകൊമ്പൻ പടയപ്പിയുടെ ആക്രമണം. അടിമാലി ലക്ഷം വീട് നിവാസികൾ സ്വന്തമായി കിടപ്പാടത്തിനു വേണ്ടി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 3 ദിവസം പിന്നിട്ടു. ഒരു തുള്ളി കുടിവെള്ളത്തിനായി തെരുവിലലയുകയാണ് ശാന്തൻപാറ പഞ്ചായത്തിലെ പൂപ്പാറ സീറോ ലാൻഡ് നദിയിലെ 45ഓളം കുടുംബങ്ങൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാളറ വെള്ളച്ചാട്ടത്തിന് സമീപം വിഭാവനം ചെയ്ത ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതി അധികാരികളുടെ അവഗണനയിൽ. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിൽ വളർത്തുമൃഗത്തിനു നേരെ കാട്ടുകൊമ്പൻ പടയപ്പിയുടെ ആക്രമണം. പശുവിനെ ആക്രമിച്ചു കൊന്നുവെന്ന പരാതി. ഇന്നലെ രാത്രിയാണ് സംഭവം. മൂന്നാർ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണം തുടർക്കഥയാകുന്നു. ഇന്നലെ രാത്രി ദേവികുളം ഒഡിക്കി ഡിവിഷനിൽ വളർത്തുമൃഗത്തിനു നേരെ ആക്രമണം നടത്തിയെന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രദേശത്ത് മെയ്യാൻ വിട്ട പശുവിനെയാണ് കാട്ടുകൊമ്പൻ ആക്രമിച്ചത്. ദേവികുളം ഒഡിക്കി ഡിവിഷനിൽ മധിയഴകന്റെ പശുവാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടുകൊമ്പൻ പടയപ്പ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് വളർത്തുമൃഗത്തിനു നേരെ കാട്ടുകൊമ്പൻ ആക്രമണം നടത്തിയത്. സിറ്റി വിഷൻ, മൂന്നാർ. അടിമാലി ലക്ഷം വീട് നിവാസികൾ സ്വന്തമായി കിടപ്പാടത്തിനു വേണ്ടി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 3 ദിവസം പിന്നിട്ടു. വീട് നഷ്ടപ്പെട്ട ഇവരെ വാടക വീട്ടിലേക്ക് മാറ്റിയെങ്കിലും വാടക കുടിശ്ശികയായി വന്നതോടെയാണ് സ്വന്തമായൊരു വീട് വേണമെന്ന ആവശ്യവുമായി 17 കുടുംബങ്ങൾ സമരവുമായി മുന്നോട്ടു വന്നത്. ഇന്നലെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ദേവികുളം MLA F രാജയും സമരപ്പന്തലിൽ എത്തി. സ്വന്തമായി കിടപ്പാടം വേണമെന്ന ആവശ്യവുമായാണ് അടിമാലി ലക്ഷം വീട്ടിലെ 17 കുടുംബങ്ങൾ സമരവുമായി തെരുവിലേക്കിറങ്ങിയത്. 8 മാസം മുമ്പ് അടിമാലി ലക്ഷം വീട്ടിന് സമീപം മണ്ണിടിഞ്ഞ് നിരവധി കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു. ഇതോടെ ഇവരെ വാടക വീട്ടിലേക്ക് ജില്ലാ ഭരണകൂടം മാറ്റി താമസിപ്പിച്ചു. എന്നാൽ വാടക കൃത്യസമയത്ത് കിട്ടാതെ വന്നതോടെ 3 മാസം മുമ്പ് ഇവർ റോഡ് നിർമ്മാണ കമ്പനിയുടെ യാർഡിനു മുൻവശത്തായി സമരം ചെയ്തിരുന്നു. സമരത്തെ തുടർന്ന് കുടിശ്ശിക വന്ന മുഴുവൻ വാടകയും നൽകി വീണ്ടും വാടക വീട്ടിലേക്ക് തന്നെ ഇവരെ തിരിച്ചയച്ചു. പിന്നീടും വാടക കുടിശ്ശിക മുടങ്ങിയതോടെയാണ് സ്വന്തമായൊരു വീട് വേണമെന്ന ആവശ്യവുമായി 17 കുടുംബങ്ങൾ സമരവുമായി വീണ്ടും മുന്നോട്ടു വന്നത്. തങ്ങൾക്ക് തരാമെന്നു പറഞ്ഞ വീടും സ്ഥലവും നൽകാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നാണ് 17 കുടുംബങ്ങളുടെയും ആവശ്യം. ഞങ്ങളിന്ന് 3-ാം ദിവസം കടന്നിരിക്കുകയാണ് ഞങ്ങളുടെ സമരം. അതിന് ഈ 3 ദിവസമായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ടും ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെ MP ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. MPയുടെ ഭാഗത്തു നിന്നും നമ്മളോട് അനുകൂലമായൊരു തീരുമാനങ്ങളൊന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ തീരുമാനം എന്ത് തന്നെയായാലും ഇപ്പോൾ അവർ ചർച്ച നടത്തുന്നുണ്ടെന്നാണ് MP പറഞ്ഞത്. അതിൻ്റെ കാര്യങ്ങൾ എന്ത് തന്നെയായാലും ഏത് പ്രതികൂല സാഹചര്യം വന്നാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്നവരെ നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറായി തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാവണം. അപ്പോൾ നമ്മുടെ ജീവൻ കൊടുത്തും നമ്മുടെ മക്കളെ നമ്മുടെ ജീവൻ കൊടുത്താലേ ഇത് നമ്മുടെ മക്കളെ ഭാവി സുരക്ഷിതമാവുന്നുണ്ടെങ്കിൽ അതും തീരുമാനിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. സമരത്തിന്റെ 2-ാം ദിവസം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ദേവികുളം MLA F രാജയും സമരപന്തലിലെത്തി. പുനരധിവാസം സംബന്ധിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുറച്ച് സമയമെടുക്കുമെന്ന് MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. എന്നാൽ വീട് ലഭ്യമാകാതെ സമരത്തിൽ നിന്നും പിന്മാറുകയില്ലെന്നാണ് ലക്ഷം വീട് നിവാസികൾ പറയുന്നത്. സിറ്റി വിഷൻ, അടിമാലി. വോട്ട് പെട്ടിയിലാകുന്നതുവരെ ജനങ്ങളുടെ കാൽക്കൽ വീഴുന്ന ജനപ്രതിനിധികൾ. ഭരണം കിട്ടിയാൽ ജനങ്ങളെ എങ്ങനെ മറക്കുന്നു എന്നതിൻ്റെ കരളലിയിക്കുന്ന കാഴ്ചയ്ക്കാണ് ഇടുക്കി ശാന്തൻപാറ സാക്ഷ്യം വഹിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനപ്രതിനിധികൾ ഭരണം ആഘോഷിക്കുമ്പോൾ അവർക്ക് വോട്ട് ചെയ്ത സാധാരണക്കാർ ഒരു തുള്ളി കുടിവെള്ളത്തിനായി തെരുവിൽ അലയുകയാണ്.
ശാന്തൻപാറ പഞ്ചായത്തിലെ പൂപ്പാറ സിറോലാൻഡ് ഉന്നതിയിലെ 45ഓളം കുടുംബങ്ങളാണ് കഴിഞ്ഞ 3 മാസമായി കടുത്ത ദാഹത്തിൽ വെന്തുരുകുന്നത്. കുഞ്ഞുങ്ങളും പ്രായമായവരും അടങ്ങുന്ന ഒരു ജനവിഭാഗം വെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോഴും അധികാരികൾ പുലർത്തുന്ന നിസ്സംഗതയ്ക്കെതിരെ പ്രദേശത്ത് ജനകീയ പ്രതിഷേധം ഇരുമ്പുകയാണ്. പദ്ധതികൾ ഫയലുകളിൽ വിശ്രമിക്കുമ്പോൾ യാഥാർത്ഥ്യം കനത്ത ദുരിതമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ശാന്തൻപാറ പഞ്ചായത്തിലെ 12, 13 വാർഡുകളിൽ ഉൾപ്പെടുന്ന എസ്റ്റേറ്റ് പൂപ്പാറ സീറോലാൻഡ് ഉന്നതി. മതികെട്ടാൻ ചോലയിൽ നിന്നും വെള്ളമെത്തിക്കുന്ന ശാന്തൻപാറ പഞ്ചായത്തിന്റെ വലിയൊരു കുടിവെള്ള പദ്ധതി നിലവിലിരിക്കെയാണ് ഈ 45 കുടുംബങ്ങൾ ദാഹിച്ചു വലയുന്നത്. താഴെയുള്ള ടാങ്കുകളിൽ സമൃദ്ധമായി വെള്ളം എത്തുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ഉന്നതിയിലേക്ക് വെള്ളം തുറന്നുവിടാൻ വാൽവ് ഓപ്പറേറ്റർമാരോ അധികൃതരോ തയ്യാറാകുന്നില്ലെന്നാണ് ജനങ്ങളുടെ പ്രധാന പരാതി. ഫോൺ വിളിച്ചാൽ ജനപ്രതിനിധികൾ എടുക്കില്ല. ജീവനക്കാർക്ക് അനാസ്ഥ. 5ഉം 10ഉം അംഗങ്ങളുള്ള കുടുംബങ്ങൾ വെള്ളമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യത്തിന് മുന്നിൽ അധികാരികൾക്ക് മൗനം മാത്രമാണ് മറുപടി. 3 മാസമായി വെള്ളം വന്നിട്ട് കഞ്ഞി വയ്ക്കാനും വെള്ളമില്ല, ചായ വയ്ക്കാനും വെള്ളമില്ല. രാവിലെ കുളിച്ചൊരു 5 ദിവസമായി ഞാൻ എവിടെ പോയി ഞാൻ പഞ്ചായത്തിൽ പോയി കുളിക്കാൻ പറ്റുമോ? ഇവിടുത്തെ ദുരിതത്തിന്റെ ആഴം കൂട്ടുന്നത് സഞ്ചാരയോഗ്യമായ ഒരു റോഡ് പോലും ഇല്ലെന്നതാണ്. കടുത്ത വേനലിലും ദാഹത്തിലും സ്വന്തം ചെലവിൽ വണ്ടിക്കൂലി നൽകി വാഹനങ്ങളിൽ വെള്ളം എത്തിക്കാൻ വിചാരിച്ചാൽ പോലും തകർന്നു കിടക്കുന്ന പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ വണ്ടികൾക്ക് കടന്നുവരാൻ കഴിയില്ല. റോഡ് നന്നാക്കി തരാമെന്ന വാഗ്ദാനവും അധികൃതർ ജലരേഖയാക്കി മാറ്റി. പ്രശ്നവുമായി പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചപ്പോൾ രാഷ്ട്രീയമായ പഴിചാരലിലൂടെ തങ്ങളെ ഒതുക്കാനാണ് ഭരണാധികാരികൾ ശ്രമിച്ചതെന്ന് കോളനി നിവാസികൾ ആരോപിക്കുന്നു. ഇലക്ഷന്റെ മുമ്പ് ഞങ്ങളെയൊക്കെ കൂട്ടി ഈ ഗ്രൗണ്ടിൽ നിന്നിട്ട് പുള്ളി പറഞ്ഞതാ, വെള്ളത്തിന്റെ കാര്യത്തിന് എല്ലാത്തിനും ഞങ്ങളെല്ലാം റെഡിയാക്കി തരാന്ന് പറഞ്ഞതാണ് ലിജിച്ചേട്ടൻ. ഞങ്ങൾ അതൊക്കെ ചെയ്തു. ഇത് ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ ഈ ഭാഗത്ത് വെള്ളം വന്നിട്ടില്ല. ഞങ്ങൾ ഫോൺ വിളിച്ചാലും പുള്ളി ഫോൺ എടുക്കാറില്ല. അപ്പൊ ഞങ്ങൾ വെള്ളത്തിന് എവിടെ പോകും? പൈസ ഉള്ളവര് എവിടെ ഉള്ള വെള്ളം അടിച്ച് ആരും തരുവോ? തരത്തില്ല. അപ്പൊ ഞങ്ങൾ പുഴയിൽ നിന്ന് വെള്ളം കോരി കുടിക്കണോ ഇനി? അപ്പൊ ഇതിന് ഈ പഞ്ചായത്ത് ഒരു ഉത്തര നടപടിക്ക് എടുത്തേ ആകാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഈ വെള്ളം തരുന്നതിന് ഈ 27 കുടുംബവും ഞങ്ങളുടെ വീട്ടിലാണ് പൈസ കൊണ്ട് തരുന്നത്. എന്റെ കെട്ടിയവനാണ് പ്രസിഡന്റായിട്ട് എടുത്തു വെച്ചേക്കുന്നത്. പുള്ളീനെ വിളിക്കുമ്പോൾ പറയും, ഇക്ക ഞാൻ ഇപ്പം മുരുകനെ വിളിച്ച് പറയാം, ഇപ്പം മുരുകൻ കയറ്റി വിടുമെന്ന് പറയും. മുരുകനെ വിളിച്ചാൽ മുരുകൻ ഫോൺ എടുക്കുകയില്ല. ഇവിടെ വെള്ളം തുറക്കുന്ന ബാബുവിനെ വിളിച്ചാൽ ബാബുവും ഫോൺ എടുക്കുകയില്ല. ബാബുവിനോട് ചോദിക്കുമ്പോൾ ഇന്ന് കയറും കേട്ടോ, നാളെ കയറും കേട്ടോ എന്ന് പറയും. വരും, താഴത്തെ ടാങ്കി വീഴും, അവരുടെ ആവശ്യത്തിന് അവരങ്ങ് എടുക്കും. ഞങ്ങൾക്ക് വെള്ളമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങളെ ഈ ഗ്രൗണ്ടിൽ കൂട്ടിനിർത്തി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് വാഗ്ദാനം നൽകിയതാണ്. വോട്ട് പെട്ടിയിലായതോടെ ആരും ഈ വഴിക്ക് വരുന്നില്ല. ഫോൺ വിളിച്ചാൽ എടുക്കുന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ജയിച്ചത്, അതുകൊണ്ട് അവരുടെ അടുത്ത് പോയി വെള്ളം ചോദിക്കുക എന്നാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളത്തിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന ഇത്തരത്തിലുള്ള ക്രൂരമായ നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഉന്നതി നിവാസി പളനിവേൽ പറയുന്നു. വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റും നോക്കാറില്ല, തിരിഞ്ഞു നോക്കാറില്ല, മെമ്പറും ഇല്ല, തിരിഞ്ഞു നോക്കാറില്ല. ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ ജയിച്ച്, അതുകൊണ്ട് അവരുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ 3 മാസമായിട്ട് വെള്ളമില്ല, കുടിവെള്ളം. ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കി തരണം. അല്ലെങ്കിൽ നാളെ മൊത്തം ഈ 45 കുടുംബവും നാളെ പഞ്ചായത്ത് ഓഫീസ് വയ്ക്കും. ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയേ മതിയാവുള്ളൂ. ഇനിയും ഈ അവഗണന സഹിക്കാൻ കോളനി നിവാസികൾ തയ്യാറല്ല. വരും ദിവസങ്ങളിൽ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ സ്കൂൾ കുട്ടികളെയും പ്രായമായവരെയും അണിനിരത്തി 45 കുടുംബങ്ങളും ഒന്നടങ്കം ശാന്തൻപാറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തും. അനിശ്ചിതകാല പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് ജനങ്ങളുടെ തീരുമാനം. അടിയന്തരമായി ജില്ലാ കളക്ടറും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇടപെടണമെന്നാണ് ഉയരുന്ന ശക്തമായ ആവശ്യം. വോട്ട് ചോദിച്ചെത്താൻ കാണിച്ച ആവേശം ജനങ്ങളുടെ ദാഹമകറ്റാൻ ജനപ്രതിനിധികൾ കാണിക്കുന്നില്ല എന്നതിന്റെ നേർചിത്രമാണ് സീറോലാൻഡ് ഉന്നതി. കുടിവെള്ളം രാഷ്ട്രീയ കളിക്കുള്ള ആയുധമല്ലെന്നും ജീവിക്കാനുള്ള അവകാശമാണെന്നും അധികാരികൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് ഈ മലയോര ഗ്രാമം സാക്ഷ്യം വഹിക്കേണ്ടി വരും. സിറ്റി വിഷൻ, ശാന്തൻപാറ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാളറ വെള്ളച്ചാട്ടത്തിന് സമീപം വിഭാവനം ചെയ്ത ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതി അധികാരികളുടെ അവഗണനയിൽ ചുവപ്പ് നാടയിലെന്ന പരാതി. ഇടുക്കിയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ വാളറയ്ക്ക് പുതിയൊരു മുഖം നൽകാൻ കഴിയുന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അടിമാലി പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാളറ വെള്ളച്ചാട്ടത്തിന് സമീപം വിഭാവനം ചെയ്ത ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതി അധികാരികളുടെ അവഗണനയിൽ ചുവപ്പ് നാടയിലെന്ന പരാതി. അടിമാലി മേഖലയിലെ ടൂറിസം വികസനത്തിന് വൻ കുതിപ്പേകുമായിരുന്ന പദ്ധതിയാണ് പ്രാരംഭ നടപടികൾക്ക് ശേഷം ഇപ്പോൾ പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്നത്. ദേശീയപാതയുടെ സമീപമുള്ള ചീയപ്പാറ വെള്ളച്ചാട്ടവും വാളർ വെള്ളച്ചാട്ടവും കണ്ട് ആസ്വദിക്കുന്നതിനായി ആയിരക്കണക്കിന് സഞ്ചാരികളെയാണ് ഇവിടെ എത്തുന്നത്.
മൂന്നാർ ഉൾപ്പെടെയുള്ള ഹൈറേഞ്ച് മേഖലകളിലേക്ക് കടന്നുപോകുന്ന സഞ്ചാരികളുടെ പ്രധാന ഇടത്താവളം കൂടിയാണിത്. ഈ സാധ്യതകൾ കണക്കിലെടുത്താണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി വാളറയിൽ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കുവാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയത്. സ്ഥലത്തിന്റെ അളവുകളടക്കമുള്ള പ്രാരംഭ നടപടികളുമായി മുന്നോട്ട് പോയെങ്കിലും പിന്നീട് പദ്ധതിയെക്കുറിച്ചുള്ള യാതൊരു വിവരവുമില്ല. നമ്മുടെ ദേശീയപാതയിലെ വലതുവശത്ത് കാണുന്ന ചീയപ്പാറയും ഇടതുവശത്ത് കാണുന്ന വാളറ വെള്ളച്ചാട്ടവും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഡെയിലി വന്നു പോകുന്ന സ്ഥലമാണ് വാളറ വെള്ളച്ചാട്ടം. അപ്പോൾ വാളറ വെള്ളച്ചാട്ടം അടുത്ത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പണിയാൻ വേണ്ടി കഴിഞ്ഞ പഞ്ചായത്ത് തീരുമാനമെടുക്കുകയും വന്ന് അളക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു പോയതാണ്. ഇപ്പോൾ ഭരണം മാറി പുതിയ പഞ്ചായത്ത് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പണിയോ പൂർത്തീകരിക്കാനോ അത് പണിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോൾ അത് അവിടെ വരുവാണെങ്കിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിന് വലിയൊരു മുതൽക്കൂട്ടായി മാറിയത്. ഇപ്പോൾ ആൾക്കാർ നമ്മളെ ഈ മൂന്നാറിലേക്ക് പോകുന്ന ഈ കവാടമായ വാളറയിൽ ഈ ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ പണി പൂർത്തീകരിക്കുകയാണെങ്കിൽ അത് പഞ്ചായത്തിന് വലിയ നേട്ടവും നമുക്ക് ഒത്തിരി ടൂറിസ്റ്റുകൾക്ക് വലിയ അനുഗ്രഹവും ആയേനെ. പദ്ധതി യാഥാർത്ഥ്യമായാൽ കൂടുതൽ വിനോദസഞ്ചാരികളെ പ്രദേശത്തേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഇത് പഞ്ചായത്ത് വലിയ തോതിൽ വരുമാനം നേടിത്തരുന്നതിനൊപ്പം പ്രദേശത്തെ ചെറുകിട കച്ചവടക്കാർക്കും പ്രയോജനം ചെയ്യും. നിലവിലെ പുതിയ പഞ്ചായത്ത് ഭരണസമിതി പദ്ധതിയുടെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. കുമളിയിൽ തള്ളുവണ്ടി കച്ചവടം മൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷം. ബസ് സ്റ്റാൻഡ് പരിസരം കയ്യേറി തമിഴ്നാട് സ്വദേശികളുടെ പഴം പച്ചക്കറി വിൽപ്പന അടിയന്തര നടപടി വേണമെന്ന ആവശ്യം. അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമാക്കി തേക്കടിയുടെ കവാട പട്ടണമായ കുമളിയിൽ അനധികൃത തള്ളുവണ്ടി കച്ചവടങ്ങൾ കാരണം ഗതാഗതക്കുരുക്കും ജനങ്ങളുടെ ദുരിതവും വർദ്ധിക്കുന്നു. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന വലിയൊരു വിഭാഗം ആളുകൾ 10ലധികം തള്ളുവണ്ടികളിലായി പഴങ്ങളും പച്ചക്കറികളും നിരത്തിയാണ് പ്രധാന ടൂറിസം മേഖലകളും പാതയോരങ്ങളും ബസ് സ്റ്റാൻഡും കയ്യേറി കച്ചവടം നടത്തുന്നത്. KSRTC പ്രൈവറ്റ് ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളും യാത്രക്കാരും എത്തുന്ന ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഈ കച്ചവടക്കാർ പ്രധാനമായും തമ്പടിച്ചിരിക്കുന്നത്. 10ലധികം തള്ളുവണ്ടികളിലായി പഴങ്ങളും പച്ചക്കറിയിലും വലിയ തോതിൽ റോഡരികിൽ നിരത്തിവെച്ച് കച്ചവടം നടത്തുന്നത് ബസ്സുകളുടെ സുഗമമായ സർവീസിനെ ബാധിക്കുന്നതിനൊപ്പം വലിയ ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നു. വിദേശികളും സ്വദേശികളുമായ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ദിവസേന എത്തുന്ന കുമളിയിൽ റോഡരികളിൽ കയ്യേറിയുള്ള ഈ അനധികൃത വ്യാപാരം ടൂറിസം കേന്ദ്രത്തിന്റെ ഭംഗിയെയും അന്തരീക്ഷത്തെയും മോശമായി ബാധിക്കുന്നുണ്ട്. വീതി കുറഞ്ഞ റോഡുകളിൽ തള്ളുവണ്ടികൾ സ്ഥാനം പിടിക്കുന്നതോടെ കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെ നടക്കേണ്ടി വരുന്നത് വലിയ അപകട സാധ്യതയായാണ് ഉയർത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നെത്തി യാതൊരുവിധ ലൈസൻസോ അനുമതിയോ ഇല്ലാതെ പാതയോരങ്ങൾ കൈയടക്കി പഴം പച്ചക്കറി കച്ചവടം നടത്തുന്നവർക്കെതിരെ കുമളി ഗ്രാമപഞ്ചായത്തും ബന്ധപ്പെട്ട അധികൃതരും അടിയന്തരമായി കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ഈ തള്ളുവണ്ടികൾ അടിയന്തരമായി ഒഴിപ്പിച്ച് ഗതാഗത സൗകര്യം പുനഃസ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. സിറ്റി വിഷൻ, കുമളി. കുമളിയിൽ റോഡരികിൽ വളർന്നു നിന്ന 3 കഞ്ചാവ് ചെടികൾ വണ്ടിപ്പെരിയാർ എക്സൈസ് സംഘം കണ്ടെടുത്തു. കുമളി 1-ാം മൈലിൽ റോഡരികിൽ വളർന്നു നിന്ന 3 കഞ്ചാവ് ചെടികൾ വണ്ടിപ്പെരിയാർ എക്സൈസ് സംഘം കണ്ടെത്തിയത്. കുമളി 1-ാം മൈലിൽ റോഡരികിൽ വളർന്നു നിന്ന 3 കഞ്ചാവ് ചെടികൾ വണ്ടിപ്പെരിയാർ എക്സൈസ് സംഘം കണ്ടെടുത്തു. എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജകുമാർ ബിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചെടികൾ കണ്ടെത്തിയത്. 1-ാം മൈലിലുള്ള ഹ്യുണ്ടായി കാർ ഷോറൂമിന് എതിർവശത്തെ റോഡരികിലാണ് 50 സെന്റിമീറ്റർ, 39 സെന്റിമീറ്റർ, 27 സെന്റിമീറ്റർ വീതം ഉയരമുള്ള ചെടികൾ എക്സൈസ് സംഘം കണ്ടെത്തിയത്. സംഭവത്തിൽ എക്സൈസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പരിശോധനാ സംഘത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജദുരൈ, പ്രവീൺ കുമാർ എന്നിവരും പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി. കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ ചക്കുവെള്ളം 6-ാം മൈലിൽ ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഉടൻ തന്നെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയത്തേക്ക് മാറ്റി. കുമളിയിൽ നിന്ന് അണക്കരയിലേക്ക് പോയ കാറും കുമളിയിലേക്ക് വന്ന ടോറസ് ലോറിയുമാണ് 6-ാം മൈലിന് സമീപം കൂട്ടിയിടിച്ചത്. ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ പരിക്കേറ്റ കാർ യാത്രക്കാരെ 3 പേരെയും കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ചക്കുവെള്ളം സ്വദേശികളായ പുളിമൂട്ടിൽ ഉണ്ണി, ഭാര്യ ഗ്രേസിക്കുട്ടി, ഗ്രേസിയുടെ സഹോദരന്റെ മകൻ കുന്നേൽ കരോട്ട് നോയൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. നോയലായിരുന്നു കാർ ഓടിച്ചിരുന്നത്. കാർ നിയന്ത്രണം വിട്ട് വന്നിടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്.
ഉണ്ണിയുടെ നില ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി മൂവരെയും കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സിറ്റി വിഷൻ, കുമളി. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ സമ്മേളനവും സംഘടിപ്പിച്ചു. മൂന്നാർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ദേവികുളം MLA F. രാജ ഉദ്ഘാടനം ചെയ്തു. ലോക ലഹൻ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ദേവികുളം നിയോജകമണ്ഡലത്തിൽ ഓപ്പറേഷൻ തുഫാന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും ബോധവൽക്കരണ സമ്മേളനവും നടന്നു. മൂന്നാർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ദേവികുളം MLA F. രാജ ഉദ്ഘാടനം ചെയ്തു. சொல்லக்கூடிய ஒரு அறிவுரை என்ன அப்படின்னா, நம்ம போதைக்கு அடிமையாகாம நம்ம தாய் தாப்ப வந்து மூணாறு எடுத்துக்கிட்டோம்னா தோட்ட தொழிலாளி பிள்ளைங்க, காசிய மேல கீழே நம்ம எடுத்துக்கிட்டோம்னா அங்கேயும் ஏலத்தோட்ட தொழிலாளிக பிள்ளைங்க தான் கூடுதலாகவே இருக்காங்க. நம்ம ரொம்ப கவனமா இருக்கணும். போதைக்கு ஒரு நாள் நம்ம அடிமையாயிடக்கூடாது. நம்ம அப்படி உள்ள ஆளுகிட்ட நம்ம சேரவும் கூடாது. நமக்குள்ள மைண்ட் எப்பவுமே நம்ம പഠിക്കണം. വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ റാലിയിലും ബോധവൽക്കരണ സമ്മേളനത്തിലും പങ്കെടുത്തു.
വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടന്ന 1 മില്യൺ ഗോൾ ക്യാമ്പയിനിൽ പങ്കെടുത്ത വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു. ലഹരിക്കെതിരായ സാമൂഹിക ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയും യുവതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സിദ്ദീഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം സി നെൽസൺ, മൂന്നാർ ഡിവൈഎസ്പി ചന്ദ്രകുമാർ എസ്, മൂന്നാർ എസ്എച്ച്ഒ ബിനോദ് കുമാർ ജെ, പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, അധ്യാപകർ തുടങ്ങി നിരവധി സംഘടനാ പ്രവർത്തകരും പങ്കെടുത്തു. സിറ്റി വിഷൻ മൂന്നാർ. സമന്വയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചക്കവിഭവങ്ങളുടെ മത്സരം സംഘടിപ്പിച്ചു. സ്വയം സഹായ സംഘങ്ങൾക്കായി സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ബിജു ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം, ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രചാരണം എന്നിവ ലക്ഷ്യമിട്ടാണ് സമന്വയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചക്കവിഭവങ്ങളുടെ മത്സരം സംഘടിപ്പിച്ചത്. സ്വയം സഹായ സംഘാംഗങ്ങൾക്കായി സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ബിജു ഉദ്ഘാടനം ചെയ്തു. പോലെയുള്ളതാണ് സമന്വയ മഠം. കാരണം എൻ്റെ മക്കള് തൊട്ടടുത്തുള്ള സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ഇങ്ങോട്ട് നോക്കുകയും അതുപോലെ ഇവിടെ ഒരു തയ്യൽ യൂണിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ. അന്നൊക്കെ ഞാനിവിടെ വന്ന് കണ്ടിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഇവിടെ കടന്നു വരാൻ സാധിച്ചില്ല. ആദ്യമേ തന്നെ നിങ്ങളോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. മത്സരത്തിൽ വിവിധ സ്വയം സഹായ സംഘങ്ങളിലെ 18ഓളം ഗ്രൂപ്പ് അംഗങ്ങൾ പങ്കെടുത്തു. ചക്ക പിസ്ത, ചക്ക സ്മൂത്തി, മീൻകറിയുടെ രൂപത്തിൽ ചക്കക്കറി, ഹൽവ, ബിരിയാണി, തീയൽ, കേക്ക്, വൈൻ തുടങ്ങി വിവിധയിനം ഭക്ഷണ പദാർത്ഥങ്ങളാണ് ചക്ക ഉപയോഗിച്ച് തയ്യാറാക്കിയത്. ചക്കയുടെ പോഷകമൂല്യവും സാമ്പത്തിക സാധ്യതകളും കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മത്സരം ശ്രദ്ധേയമായി. കാർമൽഗിരി പ്രോവിൻസ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് കൗൺസിലർ സി ക്ലാരിസ് CMC അധ്യക്ഷത വഹിച്ചു. ദേവികുളം ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ആൻ മേരി, സി ലിസ്യു CMC, സി ജിയാന CMC, സമന്വയയുടെ ഭാരവാഹികൾ, സ്വയം സഹായ സംഘാംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ അടിമാലി. ഉപ്പുതറ സെന്റ് ഫിലോമിന സ്കൂളിന്റെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. പ്രശസ്ത സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ ബിബിൻ ജോയ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്റ്റേഴ്സ് ഹെമിക് ടോം അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്ത തുടർന്ന് ക്ലബ് മെമ്പർമാരുടെ കലാപരിപാടികളും നടന്നു. അടിച്ചുമാറ്റിയെടുക്കണമെങ്കിൽ പോലും ഒരു സിനിമയുടെ ഒരു കണ്ടന്റ് പോലും നമുക്കറിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും പിറ്റേ ദിവസം സ്കൂളിൽ വരുന്നു. സ്കൂളിൽ വന്ന് ഞങ്ങളുടെ ഒരു ടീം 8 പേരെ ഞങ്ങൾ ആദ്യം റെഡിയാക്കി എടുത്തു. എന്നിട്ട് അടുത്തത് വേണ്ട ഒരു കഥയാണ് വേണ്ടത്. കഥ ചോദിച്ചപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ അതിലെടുത്ത് ആ സമയത്താണെന്ന് തോന്നുന്നു സേതുരാമയ്യ CBI സിനിമ റിലീസാകുന്നത്. അപ്പം ഞങ്ങൾ മലയാളിമാരെന്ന് വിളിക്കുന്ന ഞങ്ങളുടെ മലയാള സാറുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മാത്രം വിളിക്കാൻ അവകാശപ്പെട്ട ഒരു പേരായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ആ ഒരു ഗ്യാങ്ങിന് മാത്രം വിളിക്കാൻ പറ്റുന്നത്. അപ്പം അത്രയും ഒരു അടുപ്പമുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് ഇപ്പോഴും സ്കൂളുകളിൽ അത് സമ്മതിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഈ ഇൻവെസ്റ്റിഗേഷൻ, ഈ എന്താ പറയുക, വയലൻസ് വരുന്ന നാടകങ്ങളൊന്നും ഇപ്പോഴും നമുക്ക് വേദികളിൽ കളിക്കാനുള്ള പെർമിഷൻ ഇല്ല. എനിക്ക് ആ ഒരു സമയത്ത് ഞങ്ങളോട് കൂടി ആ പരിപാടി തീർന്നെന്ന് തോന്നുന്നു. അതിന് മുമ്പ് നടന്നിട്ടുണ്ട്, അതിനുശേഷം നടന്നിട്ടില്ല. അപ്പം എന്തായാലും ഞങ്ങൾ വന്നിരുന്നു. കട്ടപ്പന നഗരസഭ പരിധിയിൽ കഴിഞ്ഞ SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത്. ഇടുക്കി MLA റോയി കെ പൗലോസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനമാണ് കേരളമെന്നും ഇത്തവണത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാനത്തിന് തന്നെ അഭിമാനകരമാകുന്ന നേട്ടമാണ് ഇടുക്കിയിലെ വിദ്യാർത്ഥികൾ കൈവരിച്ചതെന്നും ഇടുക്കി MLA റോയി കെ പൗലോസ് പറഞ്ഞു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ളതും SSLC+2 പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ A+ നേടിയതും ഇടുക്കി മണ്ഡലത്തിൽ നിന്നുള്ളവരാണെന്നുള്ള കാര്യം എടുത്തുപറയാവുന്ന നേട്ടമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് കട്ടപ്പന നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു. മനോജ് മുരളി, ലീലാമ്മ ബേബി, സിബി പാറപ്പായി, തോമസ് മൈക്കിൾ, ബീന സിബി, സജിമോൾ ഷാജി, KJ ബെന്നി, KP സുമോദ്, രാജു, ജൂലി റോയ്, PR രമേശ്, ബിൻസി ഷിനോജ്,
സുനിത ശശീന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ കട്ടപ്പന. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി. സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,195 രൂപ, പവന് 1,05,560 രൂപ, വെള്ളി ഗ്രാമിന് 245 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിൽ വളർത്തുമൃഗത്തിനു നേരെ കാട്ടുകൊമ്പൻ പടയപ്പിയുടെ ആക്രമണം. അടിമാലി ലക്ഷം വീട് നിവാസികൾ സ്വന്തമായി കിടപ്പാടത്തിനു വേണ്ടി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 3 ദിവസം പിന്നിട്ടു. ഒരു തുള്ളി കുടിവെള്ളത്തിനായി തെരുവിലലയുകയാണ് ശാന്തൻപാറ പഞ്ചായത്തിലെ പൂപ്പാറ സീറോ ലാൻഡ് നദിയിലെ 45ഓളം കുടുംബങ്ങൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാളറ വെള്ളച്ചാട്ടത്തിന് സമീപം വിഭാവനം ചെയ്ത ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതി അധികാരികളുടെ അവഗണനയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.